ദൈവത്തോടൊന്ന് ചോദിക്കാം. ആകുല വേളകളിൽ ആശ്വാസം നൽകിടും താൻ എന്നറിഞ്ഞു നീയും യേശുവേ നോക്കിയാൽ എണ്ണമില്ല നന്മ നൽകിടും താൻ എന്നറിഞ്ഞു നീയും യേശുവേ നോക്കിയാൽ എണ്ണമില്ല നന്മ. ജീവിതത്തിൽ കടം അനുഭവിക്കുമ്പോൾ, കടം സാമ്പത്തിക നഷ്ടം വരുമ്പോൾ നമുക്ക് ആവശ്യം ഈ കടം മാറ്റാൻ വേണ്ടി 1 ലിറ്റർ വെള്ളമല്ല നമുക്ക് ആവശ്യം, ബിരിയാണി തന്നാൽ ബിരിയാണിയല്ല ആവശ്യം. കടമേറി നിൽക്കുമ്പോൾ അവൻ്റെ മുൻപിൽ നിനക്ക് വിശക്കുന്നു എന്ന് ചോദിച്ച് ബിരിയാണി കൊണ്ട് കൊടുത്താൽ അവൻ കഴിക്കത്തില്ല. അവനാവശ്യം സാമ്പത്തികം തന്നെ, പൈസയാണ് അവനാവശ്യം. ഒരുത്തൻ രോഗിയായിട്ട് വേദനിച്ച് നിൽക്കുമ്പോൾ, മരണത്തെ മുഖാമുഖമായി കാണുമ്പോൾ കുറച്ച് പണം കൊണ്ട് അവൻ്റെ കൊടുത്താൽ അവൻ പറയും, ഈ പണം കൊണ്ടൊന്നും എനിക്കൊരു പ്രയോജനവുമില്ല, എനിക്ക് ദൈവത്തിൽ നിന്നുള്ള സൗഖ്യമാണ് എനിക്ക് വേണ്ടത്. ഒരുവൻ ദാഹിച്ച് നിന്നാൽ അവൻ്റെ കൈ കുറച്ച് പുസ്തകങ്ങൾ കൊണ്ടുവച്ച് നീ ഇത് വായിച്ചു, ഇത് വായിച്ചാൽ നിൻ്റെ ദാഹം തീരുമെന്ന് പറഞ്ഞാൽ ഒരിക്കലും അവൻ്റെ ദാഹം തീരത്തില്ല. ദാഹം തീരാൻ എന്തുവാ വേണ്ടത്? ജലം, വെള്ളം തന്നെ വേണം. ഇന്ന് പ്രിയ ദൈവമക്കളെ, ഞാൻ പല കാര്യങ്ങൾ ഇപ്പോൾ തന്നെ പറഞ്ഞു. ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർ ഓരോ രീതിയിൽ ദാഹിക്കുന്നുണ്ട്, ഓരോ രീതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടേണ്ടത് ഒരു പക്ഷെങ്കിൽ വെള്ളമായിരിക്കാം, ഒരു പക്ഷെങ്കിൽ സാമ്പത്തികമായിരിക്കാം, ഒരു പക്ഷെങ്കിൽ ശ്വാസമായിരിക്കാം, ജീവിക്കാനുള്ള വഴിയായിരിക്കാം. ഏത് വിഷയമാണെങ്കിലും നമ്മൾ പാടി ആകുല വേളകളിൽ ആശ്വാസം തരാൻ ഇവിടെ ഇരിക്കുന്ന ആർക്കും പറ്റത്തില്ല കേട്ടോ, നിങ്ങളുടെ അടുത്തിരിക്കുന്നവർക്ക് പറ്റത്തില്ല. പക്ഷെ നീ ആരോടാ ചോദിക്കുന്നതെന്നുള്ള ഒരു ബോധ്യം നിൻ്റെ ഉള്ളിൽ വന്നാൽ ഇന്നിവിടെ നമ്മുടെ മൗനമായിട്ടിരിക്കത്തില്ല. ഇവിടെ നിന്ന് ചോദിച്ച് ഞാൻ വീട്ടിൽ ചെല്ലുന്നതിന് മുന്നമേ എനിക്കതിന് ഉത്തരം തരുമെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ, ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മുടെ ഉള്ളത്തിൽ ഹല്ലേലൂയ പൊങ്ങി വരട്ടെ. ഞാൻ ആരെയാ വിശ്വസിക്കുന്നത്? ഇന്ന് ദൈവം നിങ്ങളിവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഏതാവശ്യമാണേലും അതിനു മുമ്പിൽ പ്രവർത്തിക്കാൻ ദൈവം സർവശക്തനാണ്. ഒരു കാര്യം തിരിച്ചറിയുക, ഞാൻ ആരോടാ ഇത് ചോദിക്കുന്നെന്നുള്ളത്. ആകുലവേളകളിൽ ആശ്വാസം നൽകിടും ആകുല വേളകളിൽ ആശ്വാസം നൽകിടും എന്നറിഞ്ഞു നീയും യേശുവേ എണ്ണമില്ല നന്മ നൽകിടും എന്നറിഞ്ഞു നീയും യേശുവേ നോക്കിയാൽ എണ്ണമില്ല നന്മ നൽകിടും. ഓ എന്നറിഞ്ഞു നീയും യേശുവേ നോക്കിയാൽ. ഒന്നുറപ്പോടൊന്ന് പാടിയാൽ, ഓ എന്നറിഞ്ഞു നീയും യേശുവേ നോക്കിയാൽ. ഓ നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ. ഓ യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ യേശുവേ എൻ ദൈവമേ, നീ എന്നും. വിശ്വാസത്തോടെ പറഞ്ഞാട്ട്, യേശുവേ എൻ ദൈവമേ,
സ്തോത്രഗാനത്തിൻ പല്ലവികൾ. യേശുവേ ചേർന്ന് വിളിക്കാം. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയാ. യേശു സകലത്തിനും മതിയായ. ഓ യേശുവേ എൻ ദൈവമേ, നീ എന്നും. വിശ്വാസത്തോടെ പറഞ്ഞാട്ട്, യേശുവേ അങ്ങ് സകലത്തിലും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ നമുക്കൊന്ന് സ്തുതിക്കാം. ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ എത്ര പേര് ദൈവത്തിൻ്റെ ദാനം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്? എത്ര പേര് ദാനം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്? ദൈവത്തിൻ്റെ സ്നേഹം എത്ര പേര് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്? പോരാ, ശക്തിയോടെ കർത്താവിനെ നമുക്കൊന്ന് സ്തുതിക്കാം, 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 സ്തുതിക്കാം. ഈ പാട്ടുകൾ ഇവിടെ നിന്ന് പാടുമ്പോൾ നിങ്ങൾ ഓർക്കരുത്, ഞാനിത് വെറുതെ നിന്ന് പാടുവാന്നും, നിൻ ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു എന്ന് പാടുമ്പോൾ നിങ്ങൾ ഓർക്കരുത് വെറുതെ നിന്ന് പാടുവാണോ, അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. ഞാനത് അനുഭവിച്ചിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ചിലർ പറയും നന്മയെപ്പറ്റി പറയരുത്, വിടുതലിന് അങ്ങനെയൊന്നും പറയരുത്. പക്ഷേങ്കിൽ എൻ്റെ ജീവിതത്തിൽ കർത്താവ് എനിക്ക് നന്മ ചെയ്തിട്ടുണ്ട്. സാമ്പത്തികം എൻ്റെ ജീവിതത്തിൽ എനിക്ക് കർത്താവ് തന്നിട്ടുണ്ട്, വിടുതൽ തന്നിട്ടുണ്ട്, എനിക്ക് വേണ്ടി വഴി തുറന്നിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ രോഗികൾ സൗഖ്യമായിട്ടുണ്ട്. ഇതെല്ലാം ഞങ്ങളുടെ ലൈഫിൽ വന്നെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ കർത്താവിനെ അറിഞ്ഞതുകൊണ്ടും ഈ കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചത് കൊണ്ടും മാത്രമാണ് ഈ ഒരു സൗഭാഗ്യം ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നത്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം തരാൻ കർത്താവ് സർവശക്തനാണ്. എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? നമ്മുടെ ആവശ്യങ്ങൾ പ്രിയ ദൈവമക്കളെ നമ്മൾ പറയുന്നതിന് മുന്നമേ ദൈവം എല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഏത് സമയത്ത് തരണമെന്ന് കർത്താവാണ് തീരുമാനിക്കുന്നത്. കാരണം നമ്മുടെ സമയത്ത് തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് മധുരവും രുചിയൊക്കെ കുറവായിരിക്കാം. പക്ഷേങ്കിൽ ദൈവത്തിൻ്റെ സമയത്ത് തന്നുണ്ടല്ലോ, അത് മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവം മാനിക്കുന്നത് പോലാണ്. ഞാൻ കുറേ വർഷങ്ങൾക്ക് ഞാൻ എൻ്റെ സാക്ഷ്യങ്ങളൊക്കെ പലയിടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ചില ആവശ്യങ്ങളൊക്കെ ഞാൻ എൻ്റെ മാതാപിതാക്കളോട് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒത്തിരി ആവശ്യങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്, യുവജനങ്ങൾ ഇരിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഈ കൗമാര യൗവന പ്രായ സമയങ്ങളിൽ. പക്ഷെങ്കിൽ ആ ടൈമിൽ എനിക്ക് എൻ്റെ മാതാപിതാക്കളോട് ഈ ആവശ്യങ്ങൾ തുറന്നു പറയാൻ പറ്റത്തില്ലായിരുന്നു. കാരണം നമ്മുടെ സാഹചര്യം അല്പം മോശമാണ്. നമുക്കെല്ലാം ഒന്നും തുറന്നു പറഞ്ഞ് കാര്യം സാധിക്കാനൊന്നും പറ്റത്തില്ല. നമ്മുടെ ചുറ്റുപാടുള്ളവർ ഒരു പക്ഷെങ്കിൽ അവർ നോക്കുമ്പോൾ അവരെല്ലാം ദൈവത്തെ വിളിക്കുന്നില്ല, കർത്താവിനെ ആരാധിക്കുന്നൊന്നുമില്ല, പ്രാർത്ഥിക്കുന്നൊന്നുമില്ല. പക്ഷെ അവരുടെ എല്ലാ കാര്യം അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്, ഒരു പ്രശ്നങ്ങളുമില്ല. പക്ഷെ നമ്മുടെ ലൈഫിൽ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു? പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്, അമ്മ നാട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവർക്കെല്ലാം വിടുതൽ കിട്ടുന്നുണ്ട്, സൗഖ്യം കിട്ടും, എന്തിനായിരുന്നു ഈ പ്രാർത്ഥിക്കുന്നത്? ഞാൻ ചോദിച്ചിട്ടുണ്ട്, എൻ്റെ അമ്മയോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. കാരണം ഒരു കാര്യത്തിനും ഒരു വിടുതലും വരുന്നില്ല, ഒരു വഴിയും നടക്കുന്നില്ല. ചെന്ന് മുട്ടുന്ന വഴികളെല്ലാം മുമ്പേ പറഞ്ഞ പോലെ എല്ലാം അടഞ്ഞു നിൽക്കുക, ഒന്നും തുറക്കുന്നില്ല, ഒരു വഴിയും തുറക്കുന്നില്ല. പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയുണ്ട്, കയ്യടിക്ക് കയ്യടിയുണ്ട്, ആരാധനയ്ക്ക് ആരാധനയുണ്ട്, ചർച്ചിൽ പോകുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, വഴിയൊന്നും തുറക്കുന്നൊന്നുമില്ല. എല്ലാം ഇങ്ങനെ മന്ദഗതി പൊയ്ക്കൊണ്ടിരിക്കുക. പക്ഷെങ്കിൽ ഇപ്പോൾ ഒരു ആവശ്യം വന്നിട്ട് ഞങ്ങൾ മറ്റുള്ളവരോട് പോയി അങ്ങനെ കാര്യങ്ങളൊന്നും ചോദിക്കാറൊന്നുമില്ലായിരുന്നു. പക്ഷെങ്കിൽ ദൈവത്തോട് പലതും ദൈവത്തോട് പറയും. പക്ഷെ പിന്നീടാണ് മനസ്സിലാകുന്നത്
പല വഴികളും ദൈവം ചിലതൊക്കെ നമ്മൾ ഓർക്കും ഇവരെന്താ ഇങ്ങനെ നമ്മളോട് ഇടപെടുന്നത് നമ്മൾ പലപ്പോഴും ചിന്തിക്കും. പക്ഷെ അവരങ്ങനെ ഇടപെട്ടാലേ പറ്റത്തുള്ളൂ. ചില മനുഷ്യർ നമ്മളെടുക്കെ അങ്ങനെ ഇടപെട്ടാലേ പറ്റത്തുള്ളൂ. അവരോട് നമ്മൾ ദേഷ്യം പിടിച്ചിട്ടൊന്നും കാര്യമില്ല. കാരണം എങ്കിലേ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ദൈവമഹത്വം. ചെറുപ്രായങ്ങളിൽ ഒത്തിരി ആവശ്യങ്ങളുമായ ദിവസങ്ങളിൽ മുട്ടുമടക്കുന്നതല്ല, ഈ രാത്രിയിലൊക്കെ അപ്പനോടും അമ്മയോടും പറയാൻ പറ്റത്തില്ല. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ കൊണ്ട് നടക്കത്തില്ല എന്ന് വന്നു കഴിയുമ്പോൾ വിഷമിച്ച് കട്ടിലേക്ക് കയറി കിടന്നുറങ്ങും. ഈ കിടക്കുന്ന സമയത്ത് നിന്ന് കരയും, കിടക്കുന്ന സമയത്ത് കരയും, നന്നായിട്ട് കരയും. ചിലപ്പം ഈ ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാൻ വേണ്ടി എൻ്റെ ആ ടൈമിലൊക്കെ, ആ സമയത്തൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, തലയിണയിലൊക്കെ ഇങ്ങനെ കടിച്ചു പിടിച്ച് കരയും. ഒരു വഴി നടക്കുന്നില്ലല്ലോ കർത്താവേ, ഒന്നും തുറക്കുന്നില്ലല്ലോ, ആരോട് പറയാനാ? വീട്ടിലെ മൂത്ത മോനാ ഞാൻ, എൻ്റെ ഇളയത്തങ്ങൾ 3 പേരുണ്ട്. എന്ത് ചെയ്യും കർത്താവേ? ഒന്നും നടക്കുന്നില്ല. ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതം പോലും നമുക്ക് മടുക്കുന്നെന്ന് തോന്നി തുടങ്ങും. ഇതിനാണോ? പക്ഷേ ഈ സമയത്തെല്ലാം കിടന്നുറങ്ങുമ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഷെയർ ചെയ്യാൻ ഒരു കാര്യമുണ്ട്. ഈ എൻ്റെ കുഞ്ഞിതിലെ നടക്കുന്നുണ്ട്. പല കുഞ്ഞുങ്ങൾ ഫെയ്ത്ത് വെച്ചാൽ പലർ കുഞ്ഞുങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇവർ ചില സമയത്ത് കുസൃതി കാണിക്കും. മാതാപിതാക്കൾ ഇനി ഇപ്പുണ്ട്. കുസൃതി കാണിക്കുമ്പോൾ നമ്മൾ ഒരു ചെറിയൊരു കൊട്ട് കൊടുക്കാറുണ്ട്. ചെറുതാണേലും വലുതാണെങ്കിലും അവർ അന്നേരത്തെ ഒരു അനുസരണത്തിന് വേണ്ടിയാണ് കൊട്ടുന്നെങ്കിലും നമ്മുടെ ഹൃദയത്തിനകത്ത് ഇച്ചിരി വേദന കൂടും. അയ്യോ തല്ലിപ്പോയല്ലോ. കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും, പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ കിടന്നുറങ്ങാൻ നേരം ഈ അമ്മമാരെന്തെടുക്കുമെന്നറിയാമോ? ഇതിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ തലോടും. ആ അടിച്ച ഭാഗത്ത് ഇങ്ങനെ തലോടി തരും. പ്രായമായി കഴിഞ്ഞൊന്നും തലോടുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ തലോടും. നമ്മുടെ ചെറുപ്രായത്തിലൊക്കെ അമ്മമാരിങ്ങനെ തലോടും. അവിടെ തലോടി കരഞ്ഞ് പ്രാർത്ഥിക്കും കേട്ടോ. ചിലപ്പോൾ നമ്മുടെ തലയെ കൈ വെച്ചൊക്കെ ആയിരിക്കും പ്രാർത്ഥന. നമ്മൾ അറിയത്തുപോലും നമ്മൾ കൂർക്കം വലിച്ച് ഉറക്കമായിരിക്കും. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഒരമ്മയുടെ സ്നേഹം അത്ര വലുതാണെങ്കിൽ നമ്മുടെ ദൈവം നമ്മളെ എത്രയധികം സ്നേഹിക്കുന്നുണ്ട്. പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നുണ്ട്, കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ ജീവിതയാത്രയിൽ കഴിഞ്ഞുപോയി. കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ ജീവിതയാത്രയിൽ കഴിഞ്ഞുപോയി. ഞെട്ടിയുണർന്നു ഞാൻ നോക്കുമ്പോൾ താങ്ങും തലോടലുമായി നാഥൻ ചാരേയുണ്ട്. ഞെട്ടിയുണർന്നു ഞാൻ നോക്കുമ്പോൾ താങ്ങും തലോടലുമായി നാഥൻ ചാരേയുണ്ട്. പ്രിയ ദൈവമക്കളെ, എത്ര പേരത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്? നമ്മൾ കരഞ്ഞുകൊണ്ട് ഉറങ്ങുമ്പോൾ ഒരു പക്ഷെങ്കിൽ ജീവിത പങ്കാളി അത് കാണത്തില്ല, നിങ്ങളുടെ മക്കൾ അത് കാണത്തില്ല, മാതാപിതാക്കൾ അത് കാണത്തില്ല. പക്ഷേ ചില തലോടലുകളൊക്കെ അത് മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ഒന്നും അല്ല കേട്ടോ. അത് ദൈവം ഡയറക്റ്റ് ഇറങ്ങി വന്ന് നിന്നെ തലോടുന്നതാണ്. ചില കണ്ണുനീര് തുടയ്ക്കുന്നത് മാതാവും പിതാവും ഒന്നും അല്ല തുടയ്ക്കുന്നത്, ദൈവം ഡയറക്റ്റ് ഇറങ്ങി വന്ന് തുടയ്ക്കുന്നത് കേട്ടോ. എത്ര പേരത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്? അങ്ങനെയെങ്കിൽ നന്ദിയുള്ള ഹൃദയത്തോടെ നമ്മുടെ കർത്താവിനെ നമുക്കൊന്ന് സ്തുതിക്കാം. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ. നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട ഒരു കാര്യം, ദൈവം നടത്തിയ വഴികളെ ഓർത്തൊന്ന് സ്തുതിച്ച് തുടങ്ങിക്കോ. അടുത്തത് ചെയ്യാൻ ദൈവം വിശ്വസ്തനാണ്. ഏത് വഴി അടഞ്ഞു നിൽക്കുന്നോ, ഇത്രയും നാളും കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളും വിടുതലുകളും വഴികളെയും ഓർത്ത് നോക്കൂ. അതിന് നന്ദി പറഞ്ഞു തുടങ്ങിക്കോ. ബാക്കി ചെയ്യേണ്ട കാര്യം കർത്താവ് ചെയ്യും. വിശ്വസിക്കുക, യേശുവിൽ വിശ്വസിക്കുക. മനുഷ്യനെ വിശ്വസിക്കേണ്ട, യേശുവിൽ വിശ്വസിക്കുക. ദൈവം ഏത് വഴിയാണേലും, ഏത് പ്രശ്നമാണേലും, ഏത് തുറക്കാത്ത വാതിലാണേലും കർത്താവ് തുറക്കാൻ ദൈവം വിശ്വസ്തനാണ്. വിശ്വസിക്കുക. ദൈവം ചെയ്യും. ഹല്ലേലൂയ. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെയോർത്ത്. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ
നടത്തിയ വിധങ്ങളെയോർത്ത് ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ. ചേർന്നു പാടാം. ആരാധന ആരാധന. ആ കരങ്ങളെല്ലാം ഉയർന്നു നിൽക്കട്ടെ. ഇരു കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി പാടാം. ആരാധന ആരാധന. ദൈവത്തെ ആരാധിച്ചു തുടങ്ങിക്കോ. അത്ഭുതം ചെയ്യാൻ ദൈവം വിശ്വസ്തനാണ്. ഓ ആരാധന 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 ആരാധന. ഒന്നിനും കുറവില്ലാതെ ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേ. ആരും സഹായിപ്പാനില്ലെന്നു വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ. ആരും സഹായിപ്പാനില്ലെന്നു വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ. അതൊരു കാര്യം പറഞ്ഞില്ലെങ്കിൽ എനിക്ക് പാടാൻ പറ്റത്തില്ല. ആരും സഹായിപ്പാനില്ലാതെ വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ. പ്രിയ ദൈവമക്കളെ, നമ്മൾ പലരുടെ മുമ്പിൽ കൈ നീട്ടിയില്ലെങ്കിലും അവരെന്നെ ഒന്ന് സഹായിച്ചായിരുന്നെങ്കിൽ, അവരൊന്ന് മനസ്സ് വെച്ചായിരുന്നെങ്കിൽ, അല്ലേ? നമ്മൾ പലപ്പോഴും അങ്ങനെയെങ്കിലൊക്കെ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടായിരിക്കും. നമ്മൾ ചില ആവശ്യങ്ങൾ ചില മനുഷ്യരോട് നമ്മൾ പോയി ചോദിക്കുമ്പോൾ, ഉദാഹരണം ഇച്ചിരി സാമ്പത്തികമായിക്കോട്ടെ, പോയി ചോദിക്കും, ഇച്ചിരി തരാമോ? ചോദിക്കുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇതെന്തിനാണെന്ന് ചോദിക്കും. അത് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഇത്ര തുക ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇത്രയും ആവശ്യമുണ്ടോ, ഇത്രയും വേണോ എന്ന് ചോദിക്കും. ചിലപ്പം ചോദിക്കുന്ന സാധനം നമുക്ക് കറക്റ്റ് തന്നെന്ന് വരത്തില്ല. പക്ഷെ ദൈവത്തോടൊരാവശ്യം ചോദിച്ചാലുണ്ടല്ലോ, ദൈവത്തോടൊരാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, ദൈവം ഒരിക്കലും ചോദിക്കത്തില്ല നിനക്ക് ഇത്രയും വേണോന്ന്, എന്തിനാണെന്നൊന്നും കർത്താവ് ചോദിക്കത്തില്ല. ഇവിടെ പറഞ്ഞത് അതാ, ആരും സഹായിപ്പാനില്ലാതെ വന്നപ്പോൾ കൈ നീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ. അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദമാ, വേണ്ടെന്ന് കാതിൽ പറഞ്ഞവനെല്ലാം നിനക്ക് വേണ്ടുന്നത് എത്രയാണോ അതിലധികമായി കർത്താവ് തരാൻ വിശ്വസ്തനാണ്. ഇന്ന് എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ കർത്താവിനോടൊന്ന് പറയാമോ? എത്ര വലിയ വിഷയമാണെങ്കിലും സ്തോത്രത്തോടെ ദൈവത്തോടൊന്ന് പറയാമോ? ആവശ്യമാണെങ്കിൽ അത് അധികമായി തരുവാൻ ദൈവം സർവശക്തനാണ്. ഇന്ന് ഈ രാത്രിയിൽ വിശ്വസിക്കുക, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഓ, ആരും സഹായിപ്പാനില്ലെന്നു വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ. ആരും സഹായിപ്പാനില്ലെന്നു വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ. വേണ്ടെന്നു കാതിൽ പറഞ്ഞവനെന്നെന്നും വേണ്ടുന്നതെല്ലാം നിറച്ചു തന്നു. ഓ, വേണ്ടെന്നു കാതിൽ പറഞ്ഞവനെന്നെന്നും വേണ്ടുന്ന ദൈവമക്കളെ കരങ്ങളെല്ലാം ഉയർത്തി ചേർന്ന് പാടാം. ആരാധന ആരാധന. ചേർന്ന് പാടിയാട്ട്. ഓ, ആരാധന 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 ആരാധന
കൈയടിച്ച് പാടും. ഇന്ന് ഈ സമയം ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുന്നവർ ആ ദൈവത്തിന് ആരാധന അർപ്പിക്കും. ഒന്നിനും കുറവില്ല, ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കും. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ. ചേർന്ന് പാടാം. ഒന്നിനും കുറവില്ലാതെ, ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ. ഓ, ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. എത്ര പേര് വിശ്വസിക്കുന്നു ദൈവം ഒന്നിനും കുറവില്ലാതെ നമ്മളെ നടത്തും? ദൈവം നമ്മളെ വിളിച്ചെങ്കിൽ, കർത്താവിൻ്റെ വാക്ക് കേട്ട് നമ്മളെ ഇറങ്ങിയെങ്കിൽ ഇടയ്ക്ക് വെച്ച് തള്ളിക്കളയുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ സ്നേഹിക്കുന്നത്. ദൈവം മോശയോട് പറയുന്നുണ്ട്, മോശ നീ ചെന്ന് തൻ്റെ ജനത്തെ ഇറക്കിക്കൊണ്ട് വാ. മോശ പോയി തൻ്റെ ജനത്തെ എല്ലാം ഇറക്കിക്കൊണ്ട് വരികയാണ്. ചെങ്കടലിൻ്റെ തീരത്ത് വന്ന് നിൽക്കുവാണ്. എന്ന് ഓർക്കണേ, ചെങ്കടലിൻ്റെ തീരത്ത് വന്ന് നിൽക്കുക. ഇനി പോകാൻ മുമ്പോട്ടൊരു വഴിയില്ല. ഈ ദൈവം പറഞ്ഞിട്ട് അവരിറങ്ങിയത്. അപ്പോൾ ഈ ദൈവം പറയുക, ഇനി എന്താണെന്ന് വെച്ചാൽ നീ അങ്ങ് ചെയ്തു, ഇവിടം വരെ കൊണ്ടുവരാനേ എനിക്ക് പറ്റത്തുള്ളൂ, ഇവിടം വരെ കൊണ്ടുവരാനേ എനിക്ക് പറ്റത്തുള്ളൂ. നമ്മുടെ പല സ്നേഹിതരും ഇതുപോലായിരിക്കും കേട്ടോ. ഏതെങ്കിലും ഒരു വഴിയിൽ ഇറക്കി തിരിച്ചിട്ട് ഞങ്ങൾ ചെയ്യാം, നിങ്ങൾ ചെയ്യാം, ഞങ്ങൾ സഹായിക്കാം, നിങ്ങളെ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വഴിക്ക് കൊണ്ട് നിർത്തിയിട്ട് പറയുക, ബാക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തോ, ഇവിടം വരെ ഞങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചില്ലേ. പക്ഷെ മോശയോട് ചോദിച്ചാൽ മോശ പറയും, എന്നെ എൻ്റെ ദൈവം ചെങ്കടലിൻ്റെ തീരത്ത് കൊണ്ട് നിർത്തിയിട്ട് ഇനി നീ എന്തോ വേണേലും ചെയ്തോളാനല്ല ദൈവം പറഞ്ഞത്. മോശേ, നിൻ്റെ കയ്യിലുള്ള വടിയെടുത്ത് നീട്ട്. എത്ര വലിയ പ്രശ്നമാണേലും, എത്ര വലിയ വിഷയമാണേലും ഒന്ന് വിശ്വസിക്കാമോ? വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ചെങ്കടലിൻ്റെ തീരത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇട്ടേച്ച് പോകുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ സ്നേഹിക്കുന്നത്. അക്കരെ എത്തിക്കാം, അക്കരെ ആ ദേശത്തെത്തിക്കാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എത്തിക്കാം. ദൈവം വിശ്വസ്തനാണ്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? കരങ്ങളെയൊക്കെ ചേർത്തടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. ഒരു നിമിഷം എല്ലാവർക്കും യഥാസ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് അല്പസമയം കൂടെ കരങ്ങളെ ചേർത്തടിച്ച് നമ്മുടെ കർത്താവിനെ നമുക്ക് പാടി മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. എല്ലാവരും സന്തോഷത്തോടെ കരങ്ങളെല്ലാം ചേർത്തടിച്ച് ഓ ഹല്ലേലൂയ. പുകഴ്ത്തിയിടാം യേശുവിനെ, ക്രൂശിലെ ജയാളിയെ. സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. പുകഴ്ത്തിയിടാം യേശുവിനെ, ക്രൂശിലെ ജയാളിയെ. കരങ്ങളെല്ലാം ചേർത്തടിച്ച് സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യൻ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. വിശ്വസിക്കാം യേശു
എന്നും ആനന്ദിൻ ആരാധിക്കാം, ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ. ഓ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ, ആരിലും ഉന്നതൻ. ആരാധിക്കാം, ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം, ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. ഓ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ. ഇന്ന് രാത്രിയിൽ വിശ്വാസത്തോടെ ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം. ഈ രാത്രിയിൽ ആ ഒരു വിശ്വാസത്തോടെ അധികാരമുള്ളവനായ ദൈവത്തെ, അവൻ ചെയ്യുവാൻ അത്ഭുതങ്ങളെ ചെയ്യുവാൻ എന്റെ ദൈവം മതിയായവനാകുള്ള ഉത്തമ വിശ്വാസത്തോടെ